റിപ്പോർട്ടർ ബ്രേക്കിംഗ്. IAS തലപ്പത്ത് ഉടൻ അഴിച്ചുപണിക്ക് നീക്കം. അഴിച്ചുപണിക്ക് മുന്നോടിയായി സിവിൽ സർവീസ് ബോർഡ് യോഗം ചേർന്നു. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് ഇന്ന് യോഗം ചേർന്നത്. ബി അശോകും എൻ പ്രശാന്തും പ്രധാന പദവികളിലെത്തിയേക്കും. പ്രധാന തസ്തിക വേണമെന്ന് യോഗത്തിൽ ബി അശോക് ആവശ്യപ്പെട്ടു. KR ജ്യോതിലാൽ ചീഫ് സെക്രട്ടറിയാകാനും സാധ്യത. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, സ്വാഭാവികമായും ഇങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. ജയതിലക് മാറും, അതിനു പകരം KR ജ്യോതിലാൽ ചീഫ് സെക്രട്ടറി ആകും എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? മധു, 6 കളക്ടർമാരെ മാറ്റി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ IAS തലപ്പത്ത് കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ UDF സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. അതൊരു വലിയ ആക്ഷേപമായി തന്നെ ഈ UDF അനുകൂല ജീവനക്കാർക്കിടയിൽ, ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് LDF സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്ത്രപ്രധാന വകുപ്പുകളിൽ പദവികളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് അവർ ഉയർത്തിയിട്ടുള്ള ആരോപണം. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു യോഗം ചേരാൻ, സിവിൽ സർവീസസ് ബോർഡ് യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചത്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നപ്പോൾ ബി അശോകിനെ കൂടി അതിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അശോക് അതിനകത്ത് പറഞ്ഞത് തനിക്ക് പ്രധാനപ്പെട്ട ഒരു പദവി തരണം, ഒരു കേഡർ പദവി തന്നെ നൽകണം എന്നുള്ളതായിരുന്നു. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് മുൻപ്, അതായത് പരിചയസമ്പത്ത് ഉണ്ടായിട്ട് പോലും തനിക്ക് നൽകിയത്, LDF സർക്കാർ നൽകിയത് സൈനിക ക്ഷേമ വകുപ്പ് പോലെ വളരെ അപ്രധാനമായിട്ടുള്ള വകുപ്പാണ്. പക്ഷേ അത് ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു തീരുമാനമായിരുന്നില്ല. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം ഇനിയിപ്പോൾ വരാൻ പോകുന്ന സ്ഥലം മാറ്റത്തിൽ തനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പദവി തന്നെ നൽകണം എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം സസ്പെൻഷൻ പിൻവലിച്ച N പ്രശാന്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് നൽകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം അതിനകത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള ചില പദവികൾ, അതായത് ചീഫ് സെക്രട്ടറി അടക്കമുള്ള പദവികളിൽ കൂടി ചില തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാകും. അതായത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ജയതിലക് 30-ാം തീയതി വിരമിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം പരിഗണിച്ചിരുന്ന സഞ്ജീവ് കൗശിക്കാണ് ഏറ്റവും സീനിയർ. പക്ഷേ സഞ്ജീവ് കൗശിക് ഈ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ തന്നെ തുടരാനുള്ള താല്പര്യം അറിയിച്ചിരിക്കുകയാണ്. അതായത് സംസ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ ഒരു താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ വിശ്വനാഥ് സിൻഹയെ മറികടന്നുകൊണ്ട് KR ജ്യോതിലാൽ, അതായത് ധനകാര്യ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ജ്യോതിലാൽ തന്നെയായിരിക്കും ചീഫ് സെക്രട്ടറി ആയി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിവരം. അതായത് വിശ്വനാഥ് സിൻഹയ്ക്കെതിരെ മുൻപ് വനിതാ IAS ഓഫീസർമാർ പരാതി നൽകിയ ഘട്ടത്തിൽ UDF നടപടി ആവശ്യപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരാളെ ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് സീനിയർ ആണെങ്കിൽ പോലും പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ടാണ് ജ്യോതിലാലിന് ഇവിടെ സാധ്യത ഏറുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന് MG രാജമാണിക്യമാണ്. MG രാജമാണിക്യം ഇപ്പോൾ റവന്യൂ വകുപ്പിലാണ്. MG രാജമാണിക്യത്തെ വളരെ സുപ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു പദവിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന പേരുകളിലൊന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം, പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് അടക്കം ഉണ്ടാകുമെന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. ഒപ്പം തന്നെ തദ്ദേശ വകുപ്പ് സെക്രട്ടറി ആയിട്ടുള്ള TV അനുപമയും നിർണായകമായിട്ടുള്ള പദവിയിലേക്ക് എത്താനുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ എല്ലാ പ്രധാന വകുപ്പുകളും, അതായത് ഈ കളക്ടർമാരടക്കമുള്ള എല്ലാ പ്രധാന പോസ്റ്റുകളിലേക്കും ഉടൻ തന്നെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ആ മാറ്റം ഉണ്ടാകും. അങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറങ്ങുമെന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. IAS-നോടൊപ്പം തന്നെ IPS തലപ്പത്ത് കൂടി അഴിച്ചുപണി അധികം നീളില്ല. ജൂൺ 15-ന് മുൻപ് തന്നെ ആ അഴിച്ചുപണിയും പൂർത്തിയാകും. ഹരി, അങ്ങനെയാണെങ്കിൽ ശ്രീറാം വെങ്കിട്ടരാമന്റെ കാര്യത്തിലും MR അജിത് കുമാറിന്റെ കാര്യത്തിലും എന്തായിരിക്കും നിലപാട്? മധു, വകുപ്പ് മന്ത്രിമാർ അക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് അവരെ ആ പദവികളിൽ നിന്ന് നീക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള M ലിജു, അജിത് കുമാറിനെ ബെബ്കോ MG സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള കാര്യം ഇതിനോടകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അക്കാര്യം നടപ്പിലാകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രീറാം വെങ്കിട്ടരാമന്റെ കാര്യം, അന്നുണ്ടായ സംഭവത്തിന് ശേഷം സിദ്ദിഖ് ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലും തീരുമാനം ഉണ്ടാകും. അതായത് ഈ 2 പേരും കൃഷി വകുപ്പ് ഡയറക്ടർ, ഒപ്പം തന്നെ ബെബ്കോ MG സ്ഥാനം, ഈ 2 സ്ഥാനങ്ങളിലും ഉണ്ടാകില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അവർക്ക് തീരെ അപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ തന്നെ ആയിരിക്കും ലഭിക്കുക എന്നുള്ളത് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഇപ്പോൾ നിലവിൽ സർക്കാരിന് താല്പര്യമുള്ള പ്രധാന IAS ഉദ്യോഗസ്ഥർ ആരെങ്കിലും തന്നെ വരാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. സിവിൽ സർവീസ് തലപ്പത്ത് അഴിച്ചുപണിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിക്കവാറും വകുപ്പുകളിലൊക്കെ മാറ്റമുണ്ടാകും. UDF കാലത്ത് ഏറ്റവും ചുരുങ്ങിയ വകുപ്പുകളിൽ മാത്രമാണ് മാറ്റമുണ്ടായിരുന്നത്. ശ്രീറാം വെങ്കിട്ടരാമന്റെയും MR അജിത് കുമാറിന്റെയും അടക്കമുള്ള കാര്യങ്ങളിൽ മന്ത്രിമാർ തന്നെ നിലപാട് വ്യക്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അവിടെയും മാറ്റമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്.